ണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഷാംലി പ്രവീണാണ്. ഷാംലി റൈറ്ററാണ്. ആഗ്നേയി എന്നുള്ള പുസ്തകം എഴുതിയത് ഷാംലിയാണ്. ഒരു ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള നന്ദ എന്നുള്ള ക്യാരക്ടറിലൂടെയാണ് ബുക്ക് പോകുന്നത്. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, ഇതിലുള്ള എങ്ങനെ ഈ ബുക്കിലേക്ക് എത്തി എന്നതിനെ കുറിച്ചൊക്കെ ഷാംലി പറയുന്നുണ്ട്. നമുക്ക് കോൺവെർസേഷനിലേക്ക് പോവാം. ഹലോ. ആ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? രാം കെയർ ഓഫ് ആനന്ദി അല്ലേ? ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ അത്. റാം കെയർ ഓഫ് ആനന്ദി. പക്ഷെ അത് എന്താണ്, എന്താ ശ്രീനാഥ് കഴിഞ്ഞ വർഷം വന്നപ്പോഴും പറഞ്ഞാണ്, രണ്ട് വേവിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കര എന്തിനാണ് അതിന് അവാർഡ് കൊടുത്തത്, അത് അവാർഡിന് അർഹിക്കുന്നില്ല എന്നാണ് കേട്ടോ ചില ആൾക്കാർ പറയുന്നത്. അവാർഡിന് അർഹിക്കുന്നുണ്ട്. അവാർഡ് കൊടുക്കുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് എന്നൊന്നും എനിക്ക് എക്സാക്റ്റ് അറിയില്ല. പക്ഷേങ്കിൽ റാം കെയർ ഓഫ് ആനന്ദിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് പറയുന്നത് സാഹിത്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ കൊടുത്തതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. കൊടുത്തതിനോട് ഞാൻ അനുകൂലിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കോവിഡിന് ശേഷം എന്ന് പറയാം, കോവിഡിന് ശേഷം ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് കൂടുതൽ വായനക്കാർ കടന്നു വന്നത്. പുസ്തകത്തോടുള്ള ആൾക്കാരുടെ അടുപ്പം വളരെ കുറവായിരുന്നു. കൂടുതലും ഫോണിലൂടെയൊക്കെ ആൾക്കാർ വായിക്കുന്നത്, പുസ്തകം കയ്യിൽ വെച്ച് വായിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആൾക്കാർ വായനയിലേക്ക് കൊണ്ടുവന്നത് ആ പുസ്തകമാണ്. സാഹിത്യ ലോകത്തിന് അങ്ങനെ ഒരു സംഭാവന ആ പുസ്തകം കൊണ്ടുണ്ടായിട്ടുണ്ട്. വെറുതെ ആൾക്കാർ വാങ്ങിക്കുക എന്നുള്ളതല്ല, അത് ആ പുസ്തകം ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാരുടെ കയ്യിൽ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കൊടുത്തതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും. കുറെ ആൾക്കാരെ വീണ്ടും വായനയിലേക്ക് കൊണ്ടുവന്നു. അതാണ്, കുറെ ആൾക്കാർ വീണ്ടും പുസ്തകം വായിക്കുക. അതായത് ഫോണിൽ വായിക്കുന്നതിലും, ഫോണിൽ വെറുതെ മെസ്സേജ് വായിക്കുക, ഫോണിൽ ഈ ബുക്ക് പോലുള്ള പരിപാടി ഉണ്ട്, ഫോണിൽ വായിക്കുക എന്നുള്ളത്. അപ്പം അതിന്ന് വ്യത്യസ്തമായിട്ട് ആൾക്കാർ പുസ്തകം വായിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അതിനുശേഷം ആണ് നമ്മുടെ എടുത്തു നോക്കിയാൽ പറയാം, ഇൻസ്റ്റഗ്രാമിൽ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് തന്നെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ബുക്ക് റിവ്യൂ ചെയ്യുന്ന പർട്ടിക്കുലറായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് വന്നത് ഈ ബുക്ക് ഹിറ്റ് ആയതിനു ശേഷമാണ് സത്യത്തിൽ അങ്ങനെ ഒരു കാറ്റഗറിയെ വന്നത്. അതിനു മുമ്പ് വളരെ കുറവായിരുന്നു. ഇപ്പം പക്ഷെ ആൾക്കാർ അങ്ങനെയുള്ള റിവ്യൂസ് നോക്കിയിട്ടാണ് പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അവർ വന്നു, ആ ഒരു കാറ്റഗറി വന്നു മൊത്തത്തിൽ. എങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്? എഴുത്തിലേക്ക് വരുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എഴുതുമായിരുന്നു. മീൻസ് കവിതയാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയായി ഞാൻ എഴുത്ത് വിട്ടു, കംപ്ലീറ്റ് വിട്ടു. അതിനുശേഷമാണ് പിന്നെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലത്തെ ആൾക്കാർ കോട്ട്സ് എഴുതിയിടുന്ന വെറുതുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എഴുതണം തോന്നി. രണ്ടാമതും ആ ഒരു സ്പാർക്ക് വന്നു, എനിക്കും എഴുതണം. അങ്ങനെ ഫ്രീ ടൈമിൽ കോട്ട്സാണ് ഫസ്റ്റ് എഴുതിയത്. പിന്നെ കവിത എഴുതാൻ തുടങ്ങി, പിന്നെ ചെറുകഥകൾ എഴുതി, അങ്ങനെ ഒരു നോവൽ എഴുതി പുസ്തകമാക്കി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യം എഴുതിയ ഒരു കോട്ട് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി എന്താ പറയുക, ഞാനത് എഴുതി ഒരു പേജിന് കൊടുത്തു, കടലാസ് എന്ന് പറയുന്ന ഒരു പേജിന് കൊടുത്തു. അതിൻ്റെ അകത്ത് അത് വന്നു. പക്ഷേ അതിനുശേഷം ആരുടെയൊക്കെയോ പേരിൽ ആ കോഡ്സ് ഇങ്ങനെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ആയിട്ടും സ്റ്റോറി ആയിട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. കാരണം ഞാൻ എഴുതിയ എൻ്റെ വേർഡ്സ് ആണത്, പക്ഷെ അത് വേറൊരാളുടെ പേരിൽ വേറൊരാളുടെ ഇതിൽ ഐഡന്റിറ്റിയിൽ ഓൺ ചെയ്തിട്ട് ഐഡന്റിറ്റിയിൽ വരിക എന്ന് പറയുമ്പോൾ അവർ കോപ്പി പേസ്റ്റ് ചെയ്ത് അവരെ പേരിടുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇനി കോഡ്സ് എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ അതവിടെ വിട്ടു ഞാൻ. കാരണം പെട്ടെന്ന് ആദ്യത്തെ ആ ഒരു ഇതില്ലേ. പിന്നെ ഫ്രണ്ട് സർക്കിളിലൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, അടിച്ചു മാറ്റുന്ന ടീമുണ്ട്, ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ അവർക്ക് എല്ലാ അനുഭവം ഉണ്ട്. പിന്നെ ഓരോരുത്തർ അതിനെതിരെ പ്രതികരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ നമ്മൾ പോയി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവർ എടുത്തിട്ടുണ്ട്. സങ്കടങ്ങൾ ആരോടും പങ്കുവെക്കരുത്. കാരണം അനുഭവങ്ങളിലൂടെ അറിഞ്ഞ അത്രയും നമുക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അത് എക്സാക്റ്റ് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാല്. അങ്ങനെ തന്നെയായിരുന്നു. അതാണ് സങ്കടങ്ങൾ ആരോടും പങ്കുവെക്കരുത്. കാരണം അനുഭവങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞത് വാക്കുകളിലൂടെ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അതായിരുന്നു ആ ഫസ്റ്റ് കോട്ട്. അതിലാണ് തുടങ്ങിയത് ഞാൻ.
പിന്നെ എഴുതി വെക്കുക. കാരണം ഇത് ചെറിയൊരു ബുക്കാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലായി, നല്ല രീതിക്ക് വായിച്ച് ഫുള്ള് മനസ്സിലായി. പിന്നെ ഇപ്പം നല്ല ഫേസ്ബുക്കിൽ പറഞ്ഞ പോലെ നന്ദ അതിലൊരു പീരീഡിൽ അങ്ങനെയാണല്ലോ, ഫേസ്ബുക്കിൽ കുറിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഓവറായിട്ട് ഇമോഷൻസും ഫീലിങ്സ് വരുന്ന സമയത്ത് ഞാൻ എഴുതും, എഴുതി ഇടും, സ്റ്റാറ്റസ് ആയിടും. അപ്പോൾ എൻ്റെ ഒരു ഇതാണ് നന്ദയ്ക്കും ഞാൻ കൊടുത്തത്. നന്ദയ്ക്ക് എഴുതണം, എഴുത്തുകാരിയാവുന്നു എന്നുള്ള ഇതിൽ നന്ദയും എഴുതണം തുടങ്ങി. നന്ദയുടെ ഇമോഷൻസ് നന്ദ എഴുതിയാണ് അറിയിക്കുന്നത്. അങ്ങനെ അത് സത്യത്തിൽ ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് എടുത്തതാണ്. ക്യാരക്ടറിൽ കുറേയൊക്കെ എന്തായാലും നമ്മളേതായിട്ടുള്ള കുറച്ച് ടച്ചൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുത്തതാണ് അത്. എങ്ങനെയാണ് ഈ ഒരു തീം എന്താ സെലക്ട് ചെയ്യാനുള്ള റീസൺ? ഇപ്പോൾ അങ്ങനെ ചോദിച്ചാല് വുമൺ സ്ത്രീകൾക്കെതിരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ അത് പബ്ലിഷർ ആ സമയത്ത് എനിക്ക് പബ്ലിഷേഴ്സിനെ കുറിച്ചൊന്നും വലിയൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം ആരെ കൊണ്ട് ചെയ്യിക്കണം, നമ്മളിത് എവിടെ കൊടുക്കണം ഒരു പുസ്തകമാക്കാൻ എന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ചൊന്നും വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിവേക് എന്ന് പറയുന്നൊരു സുഹൃത്ത് വഴിയാണ് എനിക്ക് കൈരളി ബുക്സിൻ്റെ അതിൻ്റെ അശോകേട്ടൻ്റെ നമ്പർ കിട്ടുന്നത്. അപ്പോൾ അശോകേട്ടനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ് അയച്ചോ, സംഭവം മെയിൽ ചെയ്തോ, നോക്കിയിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാനത് മെയിൽ ചെയ്തു. അപ്പോൾ വായിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ തന്നെ വന്നു, ഇത് സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പബ്ലിഷറിന്റെ ഭാഗത്ത് നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു പൈസ പോലും ഇതിനകത്ത് ചിലവായിട്ടില്ല. അവര് തന്നെ എല്ലാം ക്യാഷ് എടുത്ത് അവർ തന്നെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് അവർ തന്നെ എടുത്ത് ചെയ്ത് അവരാണ് എനിക്ക് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്ന ആൾക്കാർ. അപ്പോൾ ഇനിയിപ്പോൾ എത്ര പുസ്തകം എഴുതിയാലും ആ ഒരു ഇത് എപ്പോഴും ഉണ്ടാവും കൈരളിനോട്. ഇത് ഇറങ്ങുന്നത് 2024 ഒക്ടോബറിലാണ് ഇറങ്ങുന്നത്. എഴുതാൻ ഞാൻ 2 ആഴ്ച കൊണ്ട് എഴുതിയ സാധനം ഇത്. 2 ആഴ്ച എടുത്തിട്ടുള്ളൂ ഈ പുസ്തകം എഴുതാൻ. ആകെ ഇതിൻ്റെ ഒരു മിഡിൽ പോയിന്റിൽ വന്നപ്പോൾ മാത്രമാണ് ഞാൻ ഇമോഷണലി ഭയങ്കര സൈഡായി. എനിക്ക് പിന്നെ മുന്നോട്ടുള്ള കഥ അറിയാം, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റാതെ ഒന്ന് സൈഡായി പോയത് ആ ഒരു സെൻറ്റർ പോയിന്റിൽ എത്തിയപ്പോൾ മാത്രമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി അങ്ങ് എഴുതി. ഇതില് എന്താണ് കഥാപാത്രങ്ങൾ ഏറ്റവും തടക്കത്തിലേ പറയുന്നുണ്ട് ബുക്കിലെ എല്ലാം സാങ്കല്പികാണ് സിനിമയിലൊക്കെ പറയുന്ന പോലെ. പക്ഷെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയായിരിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു ത്രെഡ് എടുക്കാനുള്ള മെയിൻ റീസൺ കാരണം എല്ലാ കാലത്തും സ്ത്രീ എന്നുള്ള അവിടെ നിൽക്കട്ടെ, എല്ലാ കാലത്തും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം അങ്ങനെ എടുത്തു പറയാം നമ്മൾ. അത് എല്ലാ കാലത്തും ഉണ്ട്. ഒരു ന്യൂസിന്റെ ഇതിലെടുത്തേക്കോട്ടെ ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും അത്. നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വന്തം വീട്ടിൽ സേഫ് അല്ല എന്നുള്ള ഒരവസ്ഥ, അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ത്രെഡ് എടുത്ത് എഴുതണം എന്ന് എനിക്ക് തോന്നിയതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. കാരണം എനിക്കും അത്തരത്തിൽ ബാഡായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്കാലത്താണ്. ഒരു 10-20 വയസ്സിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യത്തിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. നമ്മൾ കുറച്ചും കൂടി ബോൾഡാവും, കുറച്ചും കൂടി ഹീലിംഗ് കുറച്ചും കൂടി ഈസി ആവും. പക്ഷേങ്കിൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഹീലിംഗ് നടക്കില്ല സത്യം പറഞ്ഞാൽ. അത് അങ്ങനെ ആ ഒരു ട്രോമ അങ്ങനെ ഉണ്ടാവും. അത് എത്ര കാലത്തോളം അവർ ജീവിച്ചിരിക്കുന്നു അത്രയും കാലത്തോളം അതുണ്ടാവും. അത് വെച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കുട്ടി, ഞാൻ അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സ്ത്രീ എന്നതിലുപരി അതൊരു കുട്ടിക്ക് സംഭവിച്ച കാര്യം എന്നുള്ള രീതിയിലാണ് ഞാനത്. നന്ദയ്ക്കാണ് സംഭവിക്കുന്നത്. നന്ദയ്ക്ക് 30-40 വയസ്സാകുന്നതിന് മുമ്പേ അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 10 വയസ്സിൽ നന്ദയ്ക്ക് സംഭവിച്ച ആ 10 വയസ്സിൽ നിന്ന് അവള് അതേ ട്രോമ അതേ പെയിൻ അങ്ങനെ വെച്ചിട്ടാണ് മരിച്ചു പോകുന്നത് വരെ അതും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ട്. പിന്നെ പെൺകുട്ടികളെന്ന് മാത്രം പറയരുത്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. എനിക്കൊരു പെൺകുട്ടീൻ്റെ വികാര വിചാരങ്ങളാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെട്ടെന്ന് ആധികാരികമായി എഴുതാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ അതിലെ മെയിൻ ക്യാരക്ടറിനെ ഒരു പെണ്ണായിട്ട് എടുത്തു, ഒരു ഗേളായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, സ്വന്തം വീട്ടിൽ അതിൽ ഏറ്റവും പറയാൻ പറ്റുമല്ലോ അല്ലേ, സ്വന്തം വീട്ടിൽ ആ സേഫ്റ്റി പോകുന്ന ആ നിമിഷം ഉണ്ടല്ലോ, ആ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ ആ സേഫ്റ്റി പോകുന്ന നിമിഷം പറഞ്ഞാൽ ഭയങ്കര അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളാ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആ ഫീൽ ചെയ്യുന്നുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയല്ല, നമ്മുടെ സ്വന്തമാണ്. നമ്മൾ സേഫ് ആണെന്ന് വിചാരിക്കുന്ന ഒരിടം,
നമ്മുടെ വീടാണ് നമ്മൾ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആയിട്ട് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ വീടാണ്. എവിടെ പോയാലും നമുക്ക് നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണ് നമ്മൾ സേഫായി എന്നുള്ള ഒരു ഫീൽ വരുന്നത്. അപ്പം അവിടെ സേഫ് അല്ലാത്തൊരവസ്ഥ ആ കുട്ടി എങ്ങോട്ടും പോകാനില്ല, ഒന്ന് ഒളിച്ചോടി പോകാൻ പോലും ഇല്ല. കാരണം സ്വന്തം വീട്ടിൽ സേഫ് അല്ല എന്നുള്ള ആ ഒരു ഫീല് വന്നതിന് ശേഷം ആ കുട്ടി എവിടെ പോയാലും ആ കുട്ടിക്ക് സേഫായിട്ട് ഒരു ഫീല് കിട്ടില്ല. അവനവൻ്റെ വീട്ടിൽ കിട്ടാത്ത ആ ഒരു സാധനം വേറെ എവിടെ പോയാലും അന്വേഷിക്കും. കുട്ടി വളരും തോറും അന്വേഷിക്കും, എനിക്ക് സേഫായിട്ടുള്ള ഒരു പ്ലേസ് വേണം, അല്ലെങ്കിൽ സേഫായിട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും വേണം, എനിക്ക് സംസാരിക്കാൻ, എന്നെ മനസ്സിലാക്കാൻ ഒരു വ്യക്തിയെങ്കിലും വേണമെന്ന് ചിന്തിക്കും. അവരതിനു വേണ്ടി അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയെ കിട്ടുന്നവരെ അവർ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതെ, എല്ലാ കഥാപാത്രത്തിലും അവർ അന്വേഷിക്കുന്നത് ഇതാണ്, എനിക്ക് പെട്ടെന്ന് മറ്റേ മുഖം വരുമ്പോ പിശാചിന്റെ മുഖം എന്നുള്ള അവരങ്ങനെയുള്ള ഐഡന്റിഫൈ ചെയ്യുന്നത്. അതെ, അത് ഭർത്താവിനാണെങ്കിലൊക്കെ ഭർത്താവിൻ്റെ ആണെങ്കിലും അവള് പ്രതീക്ഷിക്കുന്നുണ്ട്, അവള് അവിടെയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായി അവിടെ അവൾക്ക് കിട്ടുന്നത് സെയിം അനുഭവം തന്നെയാണ്. അപ്പോൾ നമ്മള് എല്ലാവരും അങ്ങനെ തന്നെയാണ് ാനുള്ളൊരിത് ചോദിച്ചായിരുന്നു എന്നോട്. അതിനകത്ത് ഫ്ലോറിൽ അത് പോണ്ടോ ഈ എന്താണ് ഞാനും എൻ്റെ വൈഫും കൂടിയാണ് ബുക്ക് വായിച്ചത്. അവൾ ഇങ്ങനെ വായിച്ചു തരുമായിരുന്നു. ശരി, സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പോവുമായിരുന്നു യാത്രയിൽ. പക്ഷെ രണ്ടുപേർക്കും ഉണ്ടാവുന്ന, അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എന്താണ് നന്ദന പറയുന്നുണ്ട് 99% ആണുങ്ങളും എങ്ങനെയാണെങ്കിലും 1% 99% മനുഷ്യർ എന്നാണ് പറയുന്നത്. ആണുങ്ങൾ നമ്മൾ എടുത്ത് അതാണ് 99% പേർ, അതായത് മനുഷ്യരിൽ 99% പേര് വളരെ നല്ല ആൾക്കാരാണ്. 1% ആൾക്കാർ മാത്രമാണ് മോശപ്പെട്ടവർ അല്ലെങ്കിൽ ക്രൂരത എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ 1% പേരോടുള്ള ഭയം, ആ പേടി കാരണം നമ്മൾ 99% പേരെ അടുപ്പിക്കില്ല. അതാണ് പ്രശ്നം. അതാണ് അതിപ്പോ ഈ ഒരു ബാക്ക്ലാഷ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ഇതൊരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലുള്ള ബുക്കാണ് പറയുമ്പോൾ ഒരു മെയിൽ പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല, അല്ലെങ്കിൽ അങ്ങനെ അത് എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൽ ജിതിൻ, മനു ഒക്കെ ക്യാരക്ടർ കൊണ്ടുവന്നത്. അവരും ആണുങ്ങളാണ്, പക്ഷേങ്കിൽ എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയണ്ടേ, ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോഴേക്കും കയറി ലവ് പ്രപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അബ്യൂസ് ചെയ്യുക, അങ്ങനെയൊന്നും അല്ലാതെ ഒരു എന്താ പറയണ്ടേ, സിസ്റ്റർ എന്നുള്ള ബേസിൽ നോക്കുന്ന ആൺകുട്ടികളുണ്ട്, ഫ്രണ്ട്ലി ആയിട്ട് മാത്രം നിൽക്കുന്ന ആൺകുട്ടികളുണ്ട്. അതായത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലായി കഴിഞ്ഞാൽ ആൺകുട്ടികളായി കഴിഞ്ഞാൽ മനുഷ്യന്മാരിൽ നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ എടുക്കണ്ടല്ലോ. അപ്പം നേരത്തെ തന്നെ പറഞ്ഞ പോലെ നന്ദയ്ക്ക് ഇത് സംഭവിക്കുന്നത് 10ാമത്തെ വയസ്സിലാണ്. അപ്പൊ ശരിക്കും കുട്ടി എന്ന് പറയുന്നത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ശരിക്കും ഇതിനെ കാണേണ്ടത് അല്ലേ? കുട്ടി എന്ന പെർസ്പെക്റ്റീവിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ കുട്ടികൾ എത്രയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് തീർച്ചയായും മനസ്സിലാവും. നമ്മൾ അത്രയധികം വാർത്തകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇപ്പോഴായിക്കോട്ടെ കുറച്ച് മുന്നേ ആയിക്കോട്ടെ, എപ്പോഴും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം സെൻസേഷണലായി നിൽക്കുന്ന ന്യൂസാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സേഫ് അല്ല. അതിപ്പോൾ സ്വന്തം വീട്ടിലായാലും നമ്മുടെ കൺവെട്ടത്തു നിന്ന് മാറി ആ കുട്ടി സേഫ് ആയിരിക്കില്ല എന്നുള്ള ആ ഒരു ഭയം എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവും. പക്ഷേങ്കിൽ എന്നിരുന്നാലും വീട് എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് സേഫസ്റ്റ് പ്ലേസ് എന്നുള്ളതാണ്. അതായത് സ്വന്തം വീട്ടിലൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ സ്വന്തം വീട്ടിൽ പോലും സേഫ് അല്ലാത്ത കുട്ടികളുണ്ട്. പാരൻസിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ അച്ഛനമ്മമാർ ഉപദ്രവിക്കുന്ന കുട്ടികളില്ലേ, അവരൊക്കെ ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും അധികം വിശ്വസിക്കുന്നത് നമ്മുടെ പാരൻസിനെയാണ്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് പോലും നമുക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ. നമ്മുടെ പാരൻസ് നല്ലതെന്ന് കരുതി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ടോക്സിക്കാണ്. പക്ഷേ നമ്മൾക്ക് നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്ന കാര്യം ഈ സൊസൈറ്റിയിൽ എടുത്ത് നോക്കിയാൽ മതി. ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ ഇരകളായിട്ടുള്ള കുറേ അധികം കുട്ടികളുണ്ട്. അവരുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെച്ച് കുറേ കഴിഞ്ഞ് എല്ലാം കൂടി ഒരു പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിച്ച് പോകുന്ന കുട്ടികളുണ്ട്. അത് പാരന്റിങ്ങിലുള്ള മിസ്റ്റേക്കാണ് സത്യത്തിൽ. ശരിക്കും കുട്ടികൾക്കെതിരെയുള്ള ഒരു അതിക്രമത്തെ കാണിക്കാനും അങ്ങനെ തന്നെയാണ് ശരിക്കും ബുക്ക് അങ്ങനെ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിശബ്ദമായി കരയുന്ന ഒരു കുട്ടി പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം കുട്ടികൾ അത്രയും നമുക്കറിയില്ല, നമ്മുടെ മക്കളെ നോക്കി കാണുന്നില്ലേ, അത്രയും എന്താണ് അതാണ്. അപ്പോൾ അവരെ നമ്മൾ ഒരാൾക്ക് എങ്ങനെയാണ് അവരെ ആ ഒരു കണ്ണോടുകൂടി നോക്കാൻ പറ്റുന്നത്? എത്ര ക്രൂവലാണത്. അവരുടെ മെൻറ്റാലിറ്റി എന്താ?
അതുകൊണ്ടാണ് ഞാൻ അവരെ പിശാച് എന്ന് തന്നെ പറഞ്ഞത്. കാരണം അതിനെ അത്രയും മോശപ്പെട്ടതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വേർഡ് യൂസ് ചെയ്തത്. അവരുടെ മുഖമാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട്. എന്നിരുന്നാലും ഞാൻ കുട്ടികളോട് എങ്ങനെയാണ് ചെയ്യാൻ തോന്നുന്നത് എനിക്കിപ്പോഴും അറിയില്ല. ഇന്നത്തെ കാലത്തും എനിക്കറിയില്ല കുട്ടികളോട് എങ്ങനെയാണ് മോശമായിട്ട് ആൾക്കാർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നത്. പെൺകുട്ടികളുടെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പീഡനത്തിൻ്റെ ഒരു വാർത്ത വന്നു എന്ന് വിചാരിക്കുക. അവരിട്ടിരിക്കുന്ന ഡ്രസ്സ്, അവർ നടന്നു പോയ സമയം, ഇത് സംഭവിച്ച സ്ഥലം, അങ്ങനെ എല്ലാം കാറ്റഗറി തിരിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഇതിൽ വരുമ്പോഴും അവരിട്ടിരിക്കുന്ന എന്ത് ഡ്രസ്സ് ഇട്ടാലും എങ്ങനെ മൂടി പൊതിച്ചിട്ടാലും അവർക്ക് സംഭവിക്കുന്നുണ്ട്. അവർ എത്ര ഏജിലായാലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എന്ന് പറയുന്നത് ആ ഉപദ്രവിക്കുന്ന വ്യക്തിയുടെ ഇരയെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം വേട്ടക്കാരനെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. അവരുടെ മെൻറ്റാലിറ്റി അത്രയും ക്രൂവലാണ് എന്നാണ് പറയുന്നത്. സത്യം അതിനെ അങ്ങനെ തന്നെയല്ല വേണ്ടതെന്നുള്ളതാണ്. പക്ഷെ നമ്മളിവിടെയൊക്കെ ഇപ്പോഴാണ് മാറി തുടങ്ങുന്നത് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ പിന്നെയും മുന്നോട്ട് വന്ന് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ബസ്സിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ എന്താ പറയുക 2025 ആൺകുട്ടികൾ അത്രയും ഫ്രീഡത്തോടെ അത്രയും ഫ്രീ ആയിട്ട് വന്നിട്ട് എനിക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായി എന്ന് പറയുന്ന ആൺകുട്ടികൾ എത്ര പേരുണ്ട്? മെയിൻ റീസൺ ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളത് തന്നെയാണ്. സ്ലട്ട് ഷെയിം ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യും. നമ്മളവരെ ഒരു ആൺകുട്ടിക്ക് സംഭവിച്ചു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഒരു ഫേസ്ബുക്കിലോ ഒരു ഇൻസ്റ്റാഗ്രാമിലോ കമൻറ്റ് ബോക്സിൽ എടുത്ത് നോക്കിയാൽ എന്നെ പീഡിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. ഇവരെന്താ ചിന്തിക്കുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതൊരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരാളുടെ ഇഷ്ടത്തോടെ അല്ലാതെ, അവരുടെ കൺസെൻ്റ് ഇല്ലാതെ, അവരുടെ താല്പര്യമില്ലാതെ ഒരാളെ ഏത് രീതിയിലായാലും ഒരു സിംഗിൾ ടച്ച് മതി. എന്തിനാണ് ഒരുപാട് ഉപദ്രവിക്കുന്നത്? ഒരു സിംഗിൾ ടച്ച് മതി. അത് അവർക്ക് എത്രയധികം ട്രോമ ഉണ്ടാക്കുന്നു. ഇവരെന്താ ചിന്തിക്കാത്തത്? ഇവരുടെ വിചാരം ഇതെല്ലാം ഭയങ്കര രസമുള്ള പരിപാടിയാണ്, എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നതാണ്. അങ്ങനെ അല്ല. നമ്മുടെ താല്പര്യത്തോടു കൂടി അല്ലാത്ത ഒരു നോട്ടമായി കഴിഞ്ഞാലും ഒരു സിംഗിൾ ടച്ച് ആയി കഴിഞ്ഞാലും അത് ട്രോമാറ്റിക് തന്നെയാണ്. അത് അത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും. അത് ആൺകുട്ടികൾ ഇപ്പോഴും പുറത്തേക്ക് വരുന്നില്ല ഈ പ്രശ്നം കൊണ്ട്. ഒരാൺകുട്ടി വന്ന് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എന്നെ ഒരാൾ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിയുടെ അവരോടുള്ള ബിഹേവിയർ അത്ര കണ്ട് മോശമാണ്. പെൺകുട്ടികളെ പിന്നെയും കെയർ ചെയ്യും ആൺകുട്ടികൾ, പക്ഷെ ആൺകുട്ടികളെ കെയർ ചെയ്യില്ല. അതിനെ യൂസ് ചെയ്യാനും ആൾക്കാരുണ്ട്. അതാണ് സത്യമാണ്. ഇതിപ്പോൾ ശരിക്കും പണ്ടും ചെറുപ്പം തൊട്ടിട്ടും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. എല്ലാ കാലത്തും നിലനിൽക്കുന്ന പ്രശ്നം. മാറ്റം വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാറ്റം വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ഇതിനെതിരെ സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ചെയ്യേണ്ടവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരിക്കും ഒരു വിരൽ ചൂണ്ടൽ തന്നെയാണ്. ആൾക്കാരുടെ ഒന്ന് നോക്കൂ, ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ചുറ്റും നോക്കൂ. നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതിൽ ചുറ്റും നോക്കിയാൽ മതി. ഒരുപാട് സൊസൈറ്റിയുടെ അകത്തേക്ക് കയറിപ്പോയി നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നതിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്ലേസിൽ, നമ്മുടെ സ്വന്തം വീട്ടിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്ത മനുഷ്യന്മാർ കുറേ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ അച്ഛനായിരിക്കാം, നമ്മുടെ അമ്മയായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം. ഇതിൽ സഹോദരൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. അവൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അവളുടെ സഹോദരനെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ അത്രയും ഒന്നിച്ച് ജനിച്ച് വളർന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ ഒരുപാട് നോക്കണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് സൊസൈറ്റിയിലേക്ക് കടന്ന് നമ്മൾ നോക്കണ്ട. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് 4 ചുമരിനുള്ളിൽ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കാത്ത മനുഷ്യർ കുറേ ഉണ്ട്. അതാണ് നമ്മളെ സ്വന്തം ചുറ്റുഭാഗം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കാം. അതെ, ഓരോരുത്തരും സ്വന്തം ചുറ്റുഭാഗം നോക്കിയാൽ മതി. ഓരോരുത്തർ സ്വന്തം ചുറ്റുഭാഗം നോക്കിയാൽ തന്നെ സേഫായി. അതിന് പിന്നെ ബാക്കിയുള്ളവർ നമ്മൾ സേഫ് ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം ആൾക്കാരെ നോക്കി മനസ്സിലാക്കി സംസാരിച്ച് സേഫായി. അത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, എന്നുള്ള ആ സാധനം. ഇപ്പോൾ ഒരു കുട്ടി തന്നെ, ആ കുട്ടികൾ തെറ്റ് ചെയ്താലും ശ്രദ്ധിച്ചാൽ മതി. കുട്ടികൾ ആദ്യം തെറ്റ് ചെയ്താലും നമ്മളടുത്ത് വന്ന് പറയും. അപ്പം നമ്മുടെ ബിഹേവിയർ, നമ്മൾ ഷൗട്ട് ചെയ്യുക, അവരെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് അവർ തെറ്റുകൾ നമ്മളടുത്ത് നിന്ന് ഒളിപ്പിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ ഇപ്പോൾ ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ചും കൂടി നമ്മൾ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ
തെറ്റല്ലേ എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക, തെറ്റല്ലേ, അപ്പോൾ അവർക്ക് തന്നെ അയ്യോ മോശമായി പോയോ എന്നുള്ള രീതിയിൽ അവർ തന്നെ ചിന്തിച്ച് തിരുത്തുന്ന ഒരു ഘട്ടത്തിൽ വന്നാൽ അവർ രണ്ടാമത്തെ തെറ്റ് ചെയ്താൽ പിന്നെയും നമ്മളടുത്ത് തന്നെ വന്ന് പറയും ഞാനിങ്ങനെ ചെയ്തു എന്ന്. അത് ആ ഒരു സ്പേസ് കിട്ടുന്നില്ല കുട്ടികൾക്ക്, നല്ല ആർക്കും ആ ഒരു സ്പേസ് കിട്ടുന്നില്ല. നമുക്ക് ഇപ്പോൾ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായെന്ന് വിചാരിക്കും, നമ്മളിപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പോയി പറയാണ് എനിക്കിങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അത്രത്തോളം പറയണമെന്നില്ല. അപ്പോഴും അവർ എന്താണ് നിങ്ങൾ ഉടനെ പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഉടനെ അയാളെ പോയി അടിച്ച് അങ്ങനെയൊന്നും വേണ്ട. ആ കുട്ടി പറയുന്നത് കേൾക്കുക, എന്നെ കേൾക്കുന്നു, എന്നെ മനസ്സിലാക്കുന്നു, എൻ്റെ ഇമോഷൻസ് അവരറിയുന്നു. അതാണ് ഏറ്റവും ആദ്യം ആവശ്യമുള്ള കാര്യം. നമ്മൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ, ആ തോന്നൽ വരുത്തിക്കുന്നിടത്താണ് ഒരു പാരന്റ് ശരിക്കും വിജയിക്കുന്നത്. ആ സ്പേസ് കൊടുക്കണം, സ്പേസ് കൊടുക്കണം നമ്മൾ. ആ സ്പേസ് കിട്ടുന്നില്ല, 90% കുട്ടിക്കും കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അത് അവിടെയാണ് ശരിക്കും ഒരു പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പോലും അവിടെയാണ് സത്യത്തിലുള്ളത്. പാരന്റ്സ് നമ്മളെ മുന്നത്തെ പാരന്റ്സിനെ പോലെ അവര് സ്നേഹം കാണിക്കൂല, ഒരു മാസ്ക് ഇട്ടാണല്ലോ പ്രകടിപ്പിക്കാതെ. ദേഷ്യപ്പെട്ടിട്ടുള്ള അതിപ്പോ ഞാൻ എൻ്റെ വീട്ടില് ഹസ്ബൻഡിനോടായാലും ഹസ്ബൻഡ് ആ ഒരു ടൈപ്പായിരുന്നു, ആളിങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ. ഞാൻ പറയും നമ്മൾ അങ്ങനെ കിട്ടുന്നത് അത് റെസ്പെക്റ്റ് അല്ല, അത് സ്നേഹമല്ല, അത് പേടിയാണ്. പേടിയും റെസ്പെക്റ്റും രണ്ടാണ്. ഒരാൾക്ക് പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വ്യക്തി തളർന്നു പോയാൽ ആ പേടി അതോടെ പോകും. റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം അവർ ഏത് അവസ്ഥയിലായി കഴിഞ്ഞാൽ ആ റെസ്പെക്റ്റ് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ കുട്ടികളോട് മിങ്കിളായി എന്നതുകൊണ്ട് ഒരിക്കലും അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യാതിരിക്കില്ല. ആ ചിന്താഗതി നമ്മൾ മാറ്റണം ഫസ്റ്റ്. സത്യമാണ്. ശരിക്കും ഞാനും ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു ബ്രദർലി അല്ലെങ്കിൽ പേടിപ്പിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അപ്പോഴല്ല നമുക്ക് ആ കണക്ഷൻ കിട്ടുക. നമ്മളവരെ കൂടെ ഇറങ്ങി ചെന്ന് അവരെ കേൾക്കാന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാ മനുഷ്യന്മാരും കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതുണ്ടല്ലോ. അവരങ്ങനെ ഒരാളെ സമ്പാദിച്ചു വെക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് അവസാനം വരെ കിട്ടുന്ന ഒരു ഇത് എന്ന് പറയുന്നത് അതാണ്. നമ്മളെ കേൾക്കാൻ ഒരാളെ നമ്മൾ സമ്പാദിച്ചു വെക്കുക, കേൾക്കാൻ ഒരാളെ സമ്പാദിച്ചു. അല്ലാത്തവരൊക്കെ ദരിദ്രന്മാരാണ്, എന്തുണ്ടായിട്ടും കാര്യമില്ല, അവരൊക്കെ ദരിദ്രരാണ്. പിന്നെ എന്താണ് നന്ദയുടെ ഇതെല്ലാം വരുമ്പോൾ ശരിക്കും നന്ദ ലാസ്റ്റ് അവസാനം വരെ ശരിക്കും ഉള്ളിലെ വേദനിക്കുന്ന കുട്ടിയായിട്ട് തന്നെയാണ് അവസാനം വരെ നിൽക്കുന്നത്. എപ്പോൾ ഓരോ ഇതിലും ആ ആദ്യത്തെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു 10-20 വയസ്സിന് ശേഷമുള്ളത് മാത്രമേ ഹീലിംഗ് സംഭവിക്കുള്ളൂ. കുട്ടികൾക്ക് സംഭവിക്കുന്നതിൽ ഹീലിംഗ് സംഭവിക്കുന്നില്ല. വേദനിച്ച കുട്ടിയാണ്. വേദനിച്ച ആ കുട്ടി ഓരോ വ്യക്തിയുടെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ പെയിൻ ഇറക്കി വെക്കാൻ ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്പേസ്. അതാണ് ആ കുട്ടി അന്വേഷിക്കുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ട. പലപ്പോഴും ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ സ്പേസിന് വേണ്ടി പോകുന്നത് അതാണ്. നേരിട്ട് കണ്ടു പരിചയം പോലും ഇല്ലാത്ത. കാരണം എനിക്ക് നിങ്ങൾ ഒന്നും ചെയ്തു തരണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. അവൾക്ക് പ്രതികാരം പോലും അവൾ ചെയ്യുന്നില്ല, അവളൊന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാത്തതാണ് ആ വ്യക്തിയും മരിച്ചു പോകുന്നുണ്ട്, പക്ഷേങ്കിൽ അവളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അതല്ല ആവശ്യം. അവൾക്ക് ആവശ്യം അവളുടെ പെയിന് ഇറക്കി വെക്കാൻ അവളെ മനസ്സിലാക്കുന്ന ഒരു സ്പേസ് മാത്രമാണ് അവൾക്ക് വേണ്ടത്. അതിനു വേണ്ടിയാണ് അവൾ അന്വേഷിച്ച് നടന്നത്. ഈ ആണുങ്ങളെ പെർസ്പെക്റ്റീവിലേ ഇപ്പോഴത്തെ ഞങ്ങളെ ഇടയിൽ സംസാരം ഉണ്ടായപ്പോഴാണ് പറഞ്ഞത്. ആണുങ്ങളെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ പ്രണയത്തിലേക്കുള്ള ആദ്യത്തെ പടിയായിട്ടാണ് കാണുന്നത് തന്നെ. അപ്പോൾ ശരിക്കും പെൺകുട്ടികളെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർക്കൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വരെ ശരിക്കും ഒരു ഡൗട്ട് മാതിരിയായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രോവേർട്ടായ പെൺകുട്ടികളെ എത്ര ആൾ അംഗീകരിക്കും. ഇൻട്രോവേർട്ടായ പെൺകുട്ടികൾ കുറച്ചൊന്ന് ഒതുങ്ങി ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അയ്യോ നല്ല കുട്ടിയാണ്. എക്സ്ട്രോവേർട്ടായി ഒരു ആൺകുട്ടിയുടെ അടുത്ത് ഇടിച്ചു കയറി എക്സ്ട്രോവേർട്ടായി അങ്ങോട്ട് കയറി സംസാരിച്ചാൽ ബാക്കി കണ്ടു നിൽക്കുന്നവർ ആ പെൺകുട്ടീൻ്റെ ക്യാരക്ടറിനെ മോശമായിട്ട് തന്നെ പറയുള്ളൂ. അവൾക്ക് ഒരു ഇതുമില്ല, നോക്കിയേ ഇതിലൂ ചെക്കന്മാരോട് കയറി സംസാരിക്കണം, അങ്ങനെ അതിനെ മോശമായിട്ട് പറയുന്നത്. നേരെ മറിച്ച് ഒരു ആൺകുട്ടിയാണ് എക്സ്ട്രോവേർട്ടെങ്കിൽ അവൻ അടിപൊളിയാണ്, അവന് അങ്ങനത്തെ സംഭവമൊന്നുമില്ല, അവൻ പെട്ടെന്ന് ആൾക്കാരോട് മിങ്കിളാവും. അത് രണ്ടും സെയിം ജെൻഡർ വ്യത്യാസത്തിൽ സംഭവം മാറി. ഒരേ ക്യാരക്ടർ ഒരേ ഇത് വെച്ചാൽ ജെൻഡർ വ്യത്യാസത്തിൽ ഇത് മാറി. പിന്നെ പെൺകുട്ടികൾ ഇത് ഭയക്കാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്, ലവ്. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത്, നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഫ്രണ്ടായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. നമ്മളോട് ഒരാൾ അറ്റാച്ച് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടായിട്ട് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ അവർ നമ്മളടുത്ത് പ്രപ്പോസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതങ്ങ് പോകും.
പിന്നെ നമുക്ക് ആ ഫ്രണ്ട്ഷിപ്പും പോവും, ആ വ്യക്തിൻ്റെ അടുത്ത് നമുക്ക് പിന്നെ ആ ഒരു അറ്റാച്ച്മെന്റ് മൊത്തത്തിൽ പോകും. സത്യത്തിൽ അത് ഭയങ്കര പെയിൻഫുൾ ആണ്. പിന്നെ പുതിയ ഫ്രണ്ടിനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് അതാണ് ചെക്ക് ചെയ്യുമല്ലോ അല്ലേ, ഒരു ഡൗട്ട് വരുമല്ലോ. അതുണ്ടാവും. ഈ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വ്യക്തി എൻ്റെ ഫേവറേറ്റ് ആകുമ്പോൾ അറ്റേ ടൈമിൽ തന്നെ അവരില്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും എനിക്കുള്ള ഒരു പ്രശ്നം അതാണ്. അവരില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഹാപ്പി ആയിരിക്കും, അവർ പോയാൽ എൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള ആ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭയം എല്ലാ ഇതിലും ഉണ്ടാവും. എനിക്ക് ഇതിപ്പോൾ എന്നെ പോലെ ഉള്ളവരുണ്ടാവാമല്ലോ സൊസൈറ്റിയിൽ. അപ്പോൾ എന്താ പറയണ്ടേ, ഒരാൾ ഫേവറേറ്റ് ആയി വരുമ്പോൾ ഉള്ളിൽ പേടിയാ ഫസ്റ്റ് വരിക, ഇവൻ എന്റെ ഫേവറേറ്റ് ആവാണ്, പോകുമ്പോൾ എന്റെ പെയിൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ള ആ സാധനം, അതാണ് എനിക്ക് ഫസ്റ്റ് വരിക. അപ്പം പേടിയാവും, കാരണം നമ്മള് അങ്ങനെ മാക്സിമം ഒഴിഞ്ഞു മാറും. കാരണം അങ്ങനെ അറിയാം എല്ലാവരും എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം, എന്നാലും നമ്മൾ മാക്സിമം ഒഴിഞ്ഞു മാറും അവരുടെ അടുത്തേക്ക്, പെയിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഒറ്റപ്പെട്ടു. അംഗീകരിക്കപ്പെടും, സപ്രസ് ചെയ്യുന്ന അതേ അത്രയും പ്രഷർ അനുഭവിക്കുന്നുണ്ട്. ആ സപ്രസ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയം അവരത് ആഗ്രഹിക്കുന്നുണ്ട്, ഒരേ സമയം അവരത് സപ്രസ് ചെയ്യുന്നുണ്ട്, ഒരേ സമയം അത്രയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട്. മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് ആണ് ആള്. അമ്മയായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആ 10ാം വയസ്സിൽ തന്നെ പോകുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് അതിലും വലിയൊരു അമ്മയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് അവിടെ ന്യായങ്ങളുണ്ട്. അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അമ്മ ഇപ്പം പറയാം, എനിക്ക് പറ്റിയില്ല, എനിക്ക് നോക്കാൻ പറ്റിയില്ല, എനിക്ക് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് പറയാൻ പറ്റുമോ? എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു, വീട്ടിലെ കാര്യം നോക്കണം, ജോലിക്ക് പോകണം, ഹസ്ബൻഡ് സുഖമില്ലാത്ത ഹസ്ബൻഡിനെ നോക്കണം, 2 കുട്ടികളെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അങ്ങനെ 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 അവർക്കുള്ള ഭാരം വളരെ കൂടുതലായിരിക്കും. പക്ഷേ അവർ പറയും എൻ്റെ സാഹചര്യം എന്നവർ പറയും. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് സാഹചര്യവും മെൻറ്റാലിറ്റിയും രണ്ടാണ്. ഒരാൾക്ക് നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ നിൽക്കണം എന്ന് അവർക്ക് ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ അവർ നമ്മുടെ കൂടെ നിൽക്കും. എത്ര വലിയ പ്രശ്നം വന്നാലും അവർ നമ്മുടെ കൂടെ നിൽക്കും. അതേസമയം അങ്ങനെ ഒരു ഇത് ചിന്തിക്കാത്തൊരു വ്യക്തിനെ സംബന്ധിച്ച് അവർ ഇതുപോലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ സാഹചര്യം, എൻ്റെ സിറ്റുവേഷൻ, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി, അങ്ങനെ അങ്ങനെ അവരതിന് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, അമ്മയോടൊന്ന് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ചെറിയമ്മ അറിയുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവള് ബാക്കിലോട്ട് വലിയ എന്നുള്ളത് തന്നെയാണ്. അത് മെയിൻലി നന്ദയുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ നന്ദ വിചാരിച്ചത്, ഇപ്പോൾ അച്ഛമ്മേനെ മരണ സമയത്തായിക്കോട്ടെ, നന്ദ വിചാരിക്കുന്ന അമ്മ എൻ്റെ അടുത്ത് വരും, എന്നോട് സംസാരിക്കും. പക്ഷെ അവിടെ നന്ദയ്ക്ക് അത് നഷ്ടപ്പെട്ടു. ആ ഒരു സാധനം ഫസ്റ്റ് അവിടെ ഒരു അകൽച്ച അവിടെ വന്നു, ഒരു ഡിസ്റ്റൻസ്. അപ്പം നന്ദ ആലോചിക്കുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുമോ അമ്മയുടെ അടുത്ത് എന്നാണ് ചിന്തിക്കുന്നത്. പിന്നെ പോരാത്തിന് പാരൻറ്റിങ്ങിൻ്റെ എന്തുണ്ടാവും, നമ്മുടെ പാരൻസ് നമ്മൾ അങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ള ഒരു സാധനം കൊണ്ട് ഫുള്ളായിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു പകുതിയിൽ, അതായത് ഫുള്ളായിട്ട് പറയാതെ മോശമായിട്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ അപ്പോഴും അവള് പറയുന്നത് കേൾക്കുകയല്ല ചെയ്യുന്നത്, അവളുടെ അടുത്ത് സംസാരിക്കല്ല ചെയ്യുന്നത്. അതങ്ങനെ അല്ല എന്നാണ് അവർ സമർത്ഥിക്കുന്നത്. അങ്ങനെ അല്ല സമർത്ഥിക്കുന്നത്, നിനക്ക് തോന്നിയതായിരിക്കും. അവിടെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് അവളെ തന്നെയാണ്. നേരെ മറിച്ച് അങ്ങനെ ആണോ, എന്താ ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നെങ്കിൽ അവൾ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് എല്ലാം പറഞ്ഞ് അവൾക്ക് ഇച്ചിരി കൂടി ഒരു ഭാരം കുറഞ്ഞു കിട്ടായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അപ്പം തന്നെ ഒരു ഹീലിംഗ് എന്നുള്ള ഒരു സാധനം കിട്ടായിരുന്നു. ഇതങ്ങനെ അല്ലാണ്ട് പിന്നെ വേറൊരാൾ വഴിയൊക്കെ, അതായത് ഇവള് വളരെ സീക്രട്ടായി അമ്മയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം വേറൊരു വ്യക്തി വഴിയാണ് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കുന്നത് നമ്മുടെ പേരൻസിനെയാണ്. നമ്മുടെ പേരൻസ് കഴിഞ്ഞിട്ട് നമുക്ക് ആരും ഉള്ളൂ. അപ്പോൾ ആ ഒരു പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കുട്ടിക്ക് ഇല്ലാതായി പോയത് അതാണ്. അവളുടെ പാരൻ്റ് അവളെ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. നമ്മളെ പാരൻസ് നിന്നില്ലെങ്കിൽ നമ്മുടെ കൂടെ ആരും നിൽക്കില്ല. നമ്മൾ പാരൻസ് നിൽക്കണമെന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു എന്താ പറയുക, ഞാനിത് പറയുമ്പോൾ കുറച്ച് ഇമോഷണലാവും. എന്താ പറയുക, നമ്മൾ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. എത്ര വലിയ കൂട്ടം മുന്നിൽ വന്ന് നിന്നാലും അച്ഛനോ അമ്മയോ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ സേഫാണ്,
നമുക്കൊരാൾ എന്നുള്ള ആ സാധനം വരും. അത് നഷ്ടപ്പെട്ടു പോയൊരു കുട്ടിയാണ് നന്ദ. എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദേനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് ഭയങ്കര പെയിനാണ്. ഇത് എഴുതുന്ന സമയത്തൊക്കെ ഞാൻ അത്രയധികം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടി എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആ കുട്ടിക്ക് എന്തെങ്കിലും ലൈഫിൽ കൊടുത്തുവിടായിരുന്നോ? കഥയാണെങ്കിലും എൻ്റെ അടുത്ത് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ആ കുട്ടിക്ക് നിനക്ക് എന്തെങ്കിലും കൊടുത്തുവിടായിരുന്നോ? അറ്റ്ലീസ്റ്റ് ഒരു അമ്മ ഒന്ന് ഹഗ്ഗെങ്കിലും ചെയ്തുവിടായിരുന്നോ എന്നുള്ളത്. പക്ഷെ അത്ര പോലും കിട്ടാത്ത പെൺകുട്ടികൾ, അല്ലെങ്കിൽ അത്ര പോലും കിട്ടാത്ത കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ട്. ആഗ്രഹിക്കുന്നുണ്ട് അവർ ഒരു ദിവസമെങ്കിലും ഈ ഏജിൽ, ഇത്ര ഏജിൽ നമ്മുടെ പാരൻസിനെ പോയി ഒന്ന് ഹഗ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? ആ സ്പേസ് പോലും കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇല്ല, 90% ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല. ഇപ്പോഴും പാരന്റ് അങ്ങനെ പാരന്റായിട്ടും കുട്ടിയായിട്ടും സെപ്പറേറ്റ് തന്നെയാണ് നിൽക്കുന്നത്. ആ സ്പേസ് എടുക്കണം എന്നാണ്. സ്പേസ് എടുക്കുക തന്നെ വേണം. സ്പേസ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ്, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രസ്റ്റ്. നമ്മുടെ പാരൻറ്റ് അല്ലാതെ നമ്മുടെ കൂടെ ആരും നിൽക്കത്തില്ല എന്നുള്ള ഇത് നമുക്കറിയാവുന്നതുകൊണ്ടുള്ളതല്ലേ. അപ്പോൾ അവർ നിന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ പുറത്തു പോയി ഓരോ മനുഷ്യനിലും അന്വേഷിക്കും, എന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ ഒരു വ്യക്തിയുണ്ടോ. അവിടെയൊക്കെ നമ്മളെ കൺഫ്യൂസ്ഡ് ആവും, വിശ്വസിക്കാൻ പറ്റുമോ. കാരണം നമ്മളെ ഏറ്റവും വലിയ ട്രസ്റ്റാണ് നമുക്ക് ബ്രേക്കായി പോയത്. അതിനേക്കാൾ മുകളിൽ വേറൊന്നുമില്ല. ആ ട്രസ്റ്റ് ബ്രേക്കായെടുത്തുനിന്ന് നമ്മൾ വേറൊരാളുടെ അടുത്ത് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്. എന്താ സംഭവിക്കുക, അവരെന്നെ മനസ്സിലാക്കുമോ, അല്ലെങ്കിൽ അവരും ഇങ്ങനെ പോകുമോ എന്നുള്ള അതുണ്ട്. ആ ഒരു ചോദ്യം എല്ലാ കാലത്തും അവരുടെ ലൈഫിലുള്ളത് ആ ചോദ്യമാണ്. ആ ചോദ്യം കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുക. ആ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെയാണ് അവർ ജീവിതത്തിൽ ഓരോ ബന്ധങ്ങളും അവർക്ക് വരുന്നത്. എല്ലാ ബന്ധങ്ങളും അവർക്ക് ഉണ്ടാകുന്ന ചോദ്യം അത് തന്നെയായിരിക്കും. ആരോടൊന്നും പറയാതെ ലാസ്റ്റ് പുകയായിട്ട് ലൈക്ക് എരിഞ്ഞ മരുകയാണല്ലോ അങ്ങനെ. അത് ഞാൻ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അത് ആ ബോഡിയിലേക്ക് തന്നെയാണ് അത് വരുന്നത്. അതായത് ഇവിടം വിട്ട് അല്ലെങ്കിൽ ആ ബോഡി വിട്ട് ആ പെയിൻ എവിടെയും പോകണില്ല. മരണപ്പെട്ടിട്ടും ആ പെയിൻ ആ ബോഡിയിൽ തന്നെയാണുള്ളത്, അതിൽ തന്നെയാണുള്ളത്, എവിടെയും പോകാനില്ല. ആ കുട്ടി ചെറുപ്പം തൊട്ടേ അത് കൊണ്ട് നടന്ന് അവസാനം അത് പോയി നിങ്ങൾ വിചാരിക്കും, പക്ഷെ അത് പോകുന്നില്ല, അത് അപ്പോഴും അതിൽ തന്നെയാണുള്ളത്. അതാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് വാ, ഒരു ചോദ്യം എനിക്കുണ്ടാവില്ല. ഒരു ചോദ്യം വാ വാ, അവൻ്റെ അടുത്ത് നല്ല ചോദ്യങ്ങൾ കേട്ടോ. ഒന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല, പോര്. വാ, ഒന്നൊരു ചോദ്യം ചോദിക്കേ. ഇവിടെ എപ്പോഴും ഉണ്ടാവണത്. ക്വസ്റ്റ്യൻ എന്ത്? ഈ വാ, ഇങ്ങോട്ടൊന്ന് ചോദിച്ചോ. ഇത് ഈ ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിൽ എത്ര ശതമാനത്തോളം റൈറ്റർ ഉണ്ട്? ആ ചോദ്യം സത്യത്തിൽ റൈറ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദ എന്ന് പറയുന്നത് എല്ലാ പെൺകുട്ടിയിലുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ പെൺകുട്ടികളിലും ഉണ്ട്. അത് പെൺകുട്ടികൾ തന്നെ പറയാം, കാരണം നന്ദ ഒരു പെൺകുട്ടിയാണ്. എല്ലാ പെൺകുട്ടികളിലും ഉണ്ട് നന്ദ. ഈ പുസ്തകത്തിൽ പറയുന്ന ക്യാരക്ടേഴ്സ് ഈ വായിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അത് ഒരു ക്യാരക്ടറെങ്കിലും മസ്റ്റായിട്ടുണ്ടാവും. അവർക്ക് അതുകൊണ്ടാണ് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ പുസ്തകത്തിന് ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. മെയിൻ റീസൺ ഇതാണ്. അതിൽ ഞാൻ എന്നെ കണ്ടു. എല്ലാവരും എന്നോട് പറയുന്ന കാര്യം അതാണ്. പുസ്തകത്തിൽ നന്ദയിൽ ഞാൻ എന്നെ കണ്ടു, ഞാൻ അനുഭവിച്ചത് ഞാൻ വീണ്ടും ഓർമ്മിച്ചു. കരച്ചിലുകളാണ് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. രാത്രി 12 മണിക്കൊക്കെ വിളിച്ച് കരഞ്ഞ ആൾക്കാരുണ്ട്. എനിക്കത് മുന്നോട്ട് വായിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് പറയണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ പറയുന്നത് റൈറ്റർ ആസ് എ ഗേൾ ഞാനതിൽ പൂർണ്ണമായും നന്ദയിൽ ഞാനുണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ. പൂർണ്ണമായും ഞാൻ തന്നെയാണ് നന്ദ. അത് അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാനാണ് നന്ദ, അങ്ങനെ പറയാം. താങ്ക് യു ശാലു. ഞാൻ ശരിക്കും ഇമോഷണലാണ്. പിന്നെ ഈ പറയുമ്പോൾ ഞാൻ കഥ ഇന്നലെ വായിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ പകുതിക്ക് നിർത്തി തന്നെ ഓൾ ഇമോഷണലായി. ഇതിപ്പോ ഈ ഒരു ഇങ്ങനെ ഇവിടെ നിന്ന് പറയുന്നത് എന്ന് വിചാരിക്കും. പക്ഷെങ്കിൽ എനിക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള, അതായത് എന്നോട് സംസാരിച്ചിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ, അതിൽ തന്നെ ബസ്സിൽ നിന്ന് ഉണ്ടായ അത് ആ കുട്ടീനെ വലുതായി ഉപദ്രവിച്ചതൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. ആ കുട്ടീനെ നമ്മളുണ്ടാവില്ല ബസ്സിൽ, തിരക്കുള്ള ബസ്സിൽ വരുമ്പോൾ ആ ഒരു
ആ ഒരൊറ്റ ഇതിൻ്റെ പേരിൽ ഇപ്പോഴും തിരക്കുള്ള ബസ്സിൽ കയറാൻ പറ്റാത്ത, അതായത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയി വരുമ്പോൾ ഉണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ ആ കുട്ടി ഇപ്പം വളർന്ന് വലുതായി വലിയൊരാളായി, പക്ഷെ ഇപ്പോഴും തിരക്കുള്ള ബസ്സിൽ ആ കുട്ടിക്ക് കയറാൻ പറ്റില്ല. ആ കുട്ടി ബസ് കാലിയാകുന്നവരെ കാത്തുക്കും വേണമെങ്കിൽ. അത്ര പോലും അത്രയും പറ്റില്ലെങ്കിൽ മാത്രം എന്നുള്ള, അതായത് ആ ഫിയർ ഉണ്ടല്ലോ, കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇതിപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ എങ്കിൽ അതിൽ നിന്ന് വന്ന ട്രോമയുടെ ഒരു ആഴം എത്രത്തോളം ഉണ്ടെന്ന് നോക്കി. ഒരു സിംഗിളായിട്ടുള്ള ഒരൊറ്റ ടച്ചിൽ നിന്ന് വന്ന ആ ട്രോമ ഇത്ര വലുതായിട്ടും ആ ബസ് അതിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെത്രത്തോളം ക്രൂവലാണ്. അത് എന്താണ്, കുറേ അധികം ആൾക്കാർ, എനിക്ക് ഓപ്പണായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, കുറേ അധികം പെൺകുട്ടികൾ അവരെ എനിക്ക് ഇത് അന്വേഷിച്ച് പോയപ്പോൾ കുറേ കഥകൾ കുറേ കഥകൾ കേൾക്കാൻ പറ്റിയിരുന്നു. അത് തന്നെ ഞാൻ അന്വേഷിച്ചു പോയാൽ അവർ എന്നെ അന്വേഷിച്ച് വന്ന് പറയാണ്. അതായത് ഈ പുസ്തകം വായിച്ചപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാവുക എനിക്ക് പറയാനൊരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നായിരിക്കും അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. കാരണം ആ ക്യാരക്ടറിന് ഉണ്ടാക്കിയ വ്യക്തി എന്ന നിലക്ക് തീർച്ചയായും റൈറ്റർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകും. അവർക്ക് അവരുടെ വീട്ടിൽ പറയാൻ പറ്റുന്നില്ല, ആലോചിച്ച് നോക്കിയേ. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണത്, അവർക്ക് അവരുടെ വീട്ടിൽ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലെ പെയിൻ ഇറക്കി വെക്കാൻ ഒരിടം എന്ന് പറഞ്ഞാൽ അവരന്വേഷിച്ചു വന്നത് തന്നെയാണ്. അവരത് എൻ്റെ അടുത്താണ് അവരത് പറയുന്നത്. പക്ഷെ ഞാനത് വേറെ ആരോടും പറയില്ല എന്നുള്ള ട്രസ്റ്റാണ്. ഞാനും എനിക്ക് വന്ന മെസ്സേജുകളായിക്കോട്ടെ, ഇപ്പം ശ്രദ്ധിച്ചാൽ മതി, പുസ്തകങ്ങൾക്ക് റിവ്യൂ മെസ്സേജുകളാണ് കൂടുതൽ. പക്ഷെ എനിക്കൊരു മെസ്സേജ് പോലും എടുത്ത് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. മെയിൻ റീസൺ ഇതാണ്, അവരുടെ പെയിനാണ് പറയുന്നത്, അവർക്കുണ്ടായ അനുഭവമാണ് പറയുന്നത്. അതിനെ ഒരിക്കലും മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിംഗ് ചെയ്യില്ല ഞാൻ. എനിക്ക് എന്നെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് എനിക്കത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ പെയിനാണ്. അത് ഞാൻ കേൾക്കുന്നു, ഞാൻ കേട്ടു എന്നതിൽ അവർ ആശ്വസിക്കുന്നു, അവർ സമാധാനിക്കുന്നു. തീർച്ചയായും അത് ചെറിയ കുട്ടികളാണെങ്കിൽ ചേച്ചി എന്ന നിലക്ക് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും, വലിയ ആൾക്കാരാണെങ്കിൽ അനിയത്തി എന്ന നിലക്ക്. അങ്ങനെ തീർച്ചയായും ഞാൻ അവരുടെ കൂടെ ഞാനുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തെറ്റല്ല. ഞാൻ അവരോടൊക്കെ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ ജീവിക്കുന്നില്ലേ? ഒരാൾ കേസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇത് ഭയങ്കര വാർത്തയാവുന്നതും അത് മാത്രമല്ല, അവരെ അതിജീവിച്ച് ജീവിക്കുന്നില്ലേ, അത് ഹീറോയിസാണ്. അതും ഹീറോയിസാണ് എന്ന് അവർ മനസ്സിലാക്കുക. അവരും ഹീറോകളാണ്. അതാണ്. എന്താണ് ലാസ്റ്റായിട്ട് ചോദ്യം, ഇന്ത്യയിലെ യൂത്തിനോട് എന്താ പറയാനുള്ളത്? ഇന്ത്യയിലെ യൂത്തിനോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ വലുതായിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്, കുറച്ചും കൂടി ചിന്തിക്കുന്ന കുട്ടികളാണ്, ഓരോ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന കുട്ടികളാണ്. പിന്നെ എന്താ ടോക്സിക് ആയിട്ടുള്ളതിനെ കുറിച്ചും ബുള്ളിങ്ങിനെ കുറിച്ചും നമ്മുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ടോക്സിക്കിനെ കുറിച്ചും ബോഡി ഷെയിമിനെ കുറിച്ചും ബുള്ളിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് വല്ലതും അറിയോ? നമ്മളിപ്പോൾ ഈ കുട്ടികളെ ഭാഗത്തു നിന്നല്ല നമ്മൾ പഠിക്കുന്നത്. ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. 2K കിഡ്സ് മയക്കുമരുന്നാണ്, 2K കിഡ്സ് അങ്ങനെയാണ്, 2K കിഡ്സ് ഇങ്ങനെയാണ്. പക്ഷെ ആ കുട്ടികളിൽ നമ്മൾ കുറേ കാര്യം പഠിക്കാനുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ സൊസൈറ്റിയിലെ മോശപ്പെട്ട കാര്യങ്ങൾ എല്ലാ കാലത്തും നടക്കുന്നുണ്ട്. നമുക്കിത് അറിയാനുള്ള സോഴ്സ് വളരെ കുറവായിരുന്നു, മാധ്യമങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ എവിടെ എന്ത് സംഭവിച്ചാലും അറ്റ് എ ടൈമിൽ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അത്രയും പെട്ടെന്നാണ് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പം അത്രയും അധികം വിവരങ്ങൾ നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിക്കുന്നു സൊസൈറ്റിയിൽ ഇപ്പോഴാണ് ഇതൊക്കെ ഇപ്പം ഭയങ്കര സംഭവമായിട്ട്, ഇത് പണ്ടേ ഉണ്ട് പക്ഷെ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പം കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പുസ്തകത്തിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ വായിക്കണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്ത് പുസ്തകമായാലും വായിക്കുക എന്ന് വിചാരിച്ച് വായന തീരെ താല്പര്യമില്ലാത്ത വ്യക്തികൾ ഭയങ്കര ബുദ്ധിമുട്ടി എന്ന് വായിക്കണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വായിക്കുക. പുസ്തകങ്ങളെ അറിയുമ്പം നമ്മൾ ഒരുപാട് ജീവിതങ്ങൾ അറിയും. നമ്മൾ അതിൻ്റെ അകത്ത് എനിക്കിപ്പോഴും മയ്യഴിപ്പുഴയിലെ ദാസനും ചന്ദ്രികയും ഭയങ്കര പെയിൻഫുള്ളാണ്. ക്രിസ്റ്റീനെ കാണാഞ്ഞിട്ട് ഞാനില്ലേ, എനിക്ക് ക്രിസ്റ്റി എവിടെ പോയി, ക്രിസ്റ്റി അതുകൊണ്ടാണ് ഞാൻ ക്രിസ്റ്റീനെ അതിൽ കൊണ്ടുപോയിട്ട് ക്രിസ്റ്റി എവിടെ പോയി എന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളൊരു പുസ്തകം വായിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഇമാജിനറി വേൾഡിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വൈബാണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. അത് വായിക്കുന്നവർക്ക് അറിയുണ്ടാവും, പുതിയ ആൾക്കാർക്കും അനുഭവിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കുക, നല്ല രീതിയിൽ പുസ്തകങ്ങളെ അറിയുക, മനുഷ്യരെ അറിയുക, അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളുക. വായിക്കുന്നതിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഉൾക്കൊള്ളുക. ഇപ്പോൾ എൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നോക്കുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ അറിയാൻ ശ്രമിക്കുക.
ചിലപ്പോൾ അവർക്ക് ഒരൊറ്റ ഒരു വിരലിൻ്റെ അറ്റം കിട്ടിയാൽ മതിയാവും നിങ്ങളുടെ. ആ ഒരു വിരലിൻ്റെ അറ്റം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു ഷാലു, താങ്ക് യു ഫോർ ദ ടൈം. ആൻഡ് നല്ലൊരു ബുക്കായിരുന്നു, ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ ഇതാണ് കുറച്ച് ഡാർക്കാണ്. റിയാലിറ്റി ആണ്, അതുകൊണ്ട് തന്നെ അത് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ടച്ചിങ് ആണ്. എന്താണ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. വിൽ മീറ്റ് യു അഗെയിൻ പോഡ്കാസ്റ്റ്. ഓ തീർച്ചയായും. ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞേ. വൈ ദ ഹെൽ നോട്ട്. വൈ ദ ഹെൽ നോട്ട്. വൈ ദ ഹെൽ നോട്ട്.